കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യാനായി സ്ഥിരമായി രാത്രി പഴം കഴിക്കുന്ന ആളുകളാണോ നിങ്ങൾ? അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ മെലിയാൻ വേണ്ടി ഓറഞ്ചോ നാരങ്ങാ വെള്ളമോ ഒക്കെ കുടിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഹെൽത്തി ആണെന്ന് കരുതി നമ്മൾ തെറ്റായ സമയത്ത് പഴങ്ങൾ കഴിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാം. ഓരോ ഫ്രൂട്ട്സും കഴിക്കാൻ അതിൻ്റെതായ ഒരു റൈറ്റ് ടൈം ഉണ്ട്. അതെപ്പോഴാണെന്ന് നോക്കാം. ആദ്യം തന്നെ സിട്രസ് ഫ്രൂട്ട്സ്. രാവിലെ വെറും വയറ്റിൽ ഇവ കഴിക്കുന്നത് ബ്ലഡിലെ ആസിഡ് ലെവൽ കൂട്ടാനും അസിഡിറ്റി അഥവാ ഗാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസിനും കാരണമാകും. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മാത്രമേ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കാവുള്ളൂ. രാത്രി കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ വേണ്ടി സ്ഥിരമായി പഴം കഴിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ അത് ഒഴിവാക്കി പപ്പായയോ അല്ലെങ്കിൽ കുതിർന്ന ഉണക്കമുന്തിരിയോ ശീലമാക്കേണ്ടതാണ്. പഴത്തിലെ ഉയർന്ന പഞ്ചസാര ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ഇൻസുലിൻ റെസിസ്റ്റൻസിന് വഴിയൊരുക്കുകയും ചെയ്യും. അതിനാൽ പഴങ്ങൾ കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ഇടവേളകളാണ്. ഇതുവഴി ബ്ലഡ് ഷുഗർ സ്പൈക്സ് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, ദഹനത്തിന് ഏറ്റവും നല്ല പഴങ്ങളാണ് പപ്പായയും പൈനാപ്പിളും. പക്ഷേ ഇവ ഉച്ചഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. വയറ്റിലെ എൻസൈമുകളെ ആക്റ്റീവ് ആക്കാൻ ഇവ സഹായിക്കും. ഇനി രാവിലെ കഴിക്കാൻ ഏറ്റവും ഉചിതമായ ഫ്രൂട്ട് ആപ്പിൾ ആണ്. ഇതിലെ പെക്റ്റിൻ കുടലിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്നാൽ രാത്രി വൈകി ആപ്പിൾ കഴിക്കുന്നത് ദഹിക്കാൻ പ്രയാസമുണ്ടാക്കിയേക്കാം. ഇത് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ധാരാളം വാട്ടർമെലൺ വാങ്ങുന്നുണ്ടാവും. വാട്ടർമെലൺ കഴിക്കാൻ പറ്റിയ സമയം ഉച്ചയാണ്. രാത്രിയിൽ ഇത് കഴിക്കുന്നത് മൂത്രമൊഴിക്കാൻ തോന്നിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയേക്കാം. ഇനി പേരയ്ക്കാവട്ടെ, രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷമോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് മുമ്പോ കഴിക്കാവുന്നതാണ്. ഇതിലെ ഉയർന്ന ഫൈബർ കണ്ടന്റ് ദഹന പ്രക്രിയ ഈസി ആക്കുകയും വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. രാത്രി പേരയ്ക്ക കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. ഇത് ചിലരിൽ ഗ്യാസ്ട്രൈറ്റിസ് അഥവാ ദഹനക്കേടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഈ ടൈമിങ്ങിൽ ഈ ചെറിയ മാറ്റങ്ങളൊന്ന് വരുത്തി നോക്കൂ. വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ ഇൻഫർമേഷൻ വാല്യുബിൾ ആയി തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ.